ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. ദുബായ് സെൻറ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുറപ്പാട് എന്നീ പ്രോഗ്രാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുമ്പോൾ UAE കരിസ്മാറ്റിക് സർവീസ് ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബ്രദർ ജോളി ജോർജിനെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ജോളി ജോർജ് എന്ന ഈ പേര് പലർക്കും അജ്ഞാതമായിരിക്കും. അധികം പേരും ജോ കാവാലം എന്ന തൂല്യനാമത്തിലാണ് ജോളി അറിയപ്പെടുന്നത്. ജോളിയുടെ കുടുംബം, വീട്, ഈ പശ്ചാത്തലം ഒന്ന് പങ്കുവയ്ക്കാമോ? ആദ്യമേ എൻ്റെ പേരിനെ കുറിച്ച് പറയാം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലെ കാവാലം എന്ന് പറയുന്ന ദേശത്ത് നിന്ന്, ആ ഒരു വില്ലേജിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ആ നാട്ടിലുള്ളവർക്ക് നാടിനോടുള്ളൊരു അധികമായ സ്നേഹമുള്ളത് കൊണ്ട് ഞാനും എൻ്റെ പേരിനോടൊപ്പം കാവാലം എന്നൊരു പേരൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ആളുകൾ ജോ കാവാലം എന്ന് വിളിക്കുന്നത്. ഞാനീ പറഞ്ഞതുപോലെ എനിക്ക് നാട്ടിൽ കാവാലത്താണ് വീട്. ജീവിത പങ്കാളി ഷാൻഡി, മക്കൾ മോൻ ജുഗൽ, മോള് സ്നേഹ, 2 പേരാണുള്ളത്. അവർ നാട്ടിലാണ് ഇപ്പോൾ. പപ്പയുണ്ട്, അമ്മയുണ്ട്, 2 അനിയന്മാരുണ്ട്. അങ്ങനെ അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം. ഇവിടെ ജോ ഇപ്പോൾ താമസിക്കുന്നത് ഷാർജയിലാണ്. ഞാൻ ഷാർജയിലാണ്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഈ നേതൃത്വ നിരയിലേക്ക് പലപ്പോഴും ധാരാളം പേര് കടന്നു വന്നിട്ടുണ്ട്. നവീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്ന ഒരു ജീവിതാനുഭവങ്ങളുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും ഒരു ചരിത്രം. എങ്ങനെയാണ് ഈ നവീകരണത്തിലേക്ക് ജോ കടന്നു വരാൻ അനുഭവം ഉണ്ടായത്? ഞാൻ കരിസ്മാറ്റിക് നവീകരണത്തിലെ ഒരു അംഗമായിരുന്നില്ല. ഞാൻ നാട്ടിൽ ഡിഗ്രി വരെ പഠിച്ചത് നാട്ടിലാണ്. ചങ്ങനാശ്ശേരി SB കോളേജിലാണ് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെയും ഞാൻ ഒരു കുട്ടികളുടെ സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്, അതിൻ്റെ അതിരൂപത സെക്രട്ടറി ആയിട്ടും സംസ്ഥാന മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം നീക്കിവെക്കുന്നു എന്നൊരു ചിന്തയിൽ നിന്ന് വീട്ടുകാർ നിർബന്ധിച്ച് എന്നെ ഉപരിപഠനത്തിന് ആയിട്ടാണ് ഡൽഹിയിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതൊരു എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഒരു പറിച്ചുനടലായിട്ട് ഞാൻ കരുതുകയാണ്. ആദ്യമൊക്കെ വളരെ വിഷമം തോന്നിയെങ്കിലും പിന്നീട് ആ ഒരു സാഹചര്യത്തോട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ ഡൽഹിയിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ 2-3 വർഷങ്ങൾ, 90, 91, 92, 93 വർഷങ്ങളിൽ ഞാൻ ഡൽഹിയിൽ ചെന്നിട്ട് അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈവൻ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ അവിടെയുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ലക്ഷ്മി നഗർ മലയാളി സമാജം എന്ന് പറയുന്ന വളരെ റിച്ചായിട്ടുള്ള ഒരു സംഘടനയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ ജനറൽ സെക്രട്ടറി, അന്ന് 20-22 വയസ്സ് പ്രായമുള്ളപ്പോൾ ജനറൽ സെക്രട്ടറിയായി. പിന്നെ ഡൽഹി അതിരൂപതയിലെ ലക്ഷ്മി നഗർ ഇടവകയിൽ പാരിഷ് കമ്മിറ്റി അംഗമായി. ഏറ്റവും എല്ലാം നല്ല പേര് കേട്ട ആർച്ച് ബിഷപ്പ് അലൻ ഡെലാസ്റ്റിക് ഉള്ളപ്പോൾ അതിരൂപത പാസ്റ്റർ കൗൺസിലിലെ അംഗമായി. അങ്ങനെ അവിടെ ഒരു സാമൂഹിക ആത്മീയ രംഗത്ത് ഞാൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോഴും കരിസ്മാറ്റിക് നവീകരണത്തെ ഞാൻ ശക്തമായിട്ടും എതിർത്താണ് ജീവിച്ചത്. അപ്പോൾ അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന് അനുവാദം ചോദിച്ചു വരുമ്പോഴും അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ വെച്ചാൽ ഇവരെ അനുവദിക്കേണ്ട, പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മുടെ പള്ളിയിൽ വേണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും അവരെ മാറ്റി നിർത്തുകയാണ് ഞാൻ. അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ ഈ നവീകരണത്തോട് എതിർപ്പ് തോന്നാൻ വേണ്ടിയിട്ട്? ഏതെങ്കിലും തരത്തിൽ, അതായത് ആ പ്രാർത്ഥനാ ശൈലിയോ അതല്ലെങ്കിൽ ആ ഒരു ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? എനിക്ക് ആ പ്രാർത്ഥനാ ശൈലിയെ സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈ ആരാധനാക്രമം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആത്മീയതയാണ് ഞങ്ങൾ പഠിച്ചു വളർന്നത്. അപ്പോൾ അവിടെ കുർബാന കാണുക, അല്ലെങ്കിൽ യാമപ്രാർത്ഥനകൾ ചെല്ലുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥനാ ശൈലി ഞാൻ കണ്ട് പരിചയം പോലും എനിക്ക് ശരിക്കുമില്ല. അപ്പോൾ ഈ ഒരു ശൈലിയോട് തന്നെ എനിക്ക് വിയോജിപ്പുള്ളതുകൊണ്ടാണ് കുറേ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ആണെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ കരിസ്മാറ്റിക് നവീകരണത്തെ ആദ്യം എതിർത്തത്. പിന്നീട് എനിക്ക് വേണ്ടി അനേകർ എന്നെ നവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം എൻ്റെ ജീവിതം
സാമൂഹ്യ രംഗങ്ങളിൽ പ്രചോദിപ്പിക്കുമ്പോൾ അവർ നവീകരണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അനേകരുണ്ട്. അങ്ങനെ വളരെ ആകസ്മികമായിട്ട് 1993 ഡൽഹിയിൽ പോട്ട ടീമിൻ്റെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പുന്നോലി അച്ഛൻ്റെ നേതൃത്വത്തിലൊരു കൺവെൻഷൻ നടന്നു. പതിവ് പോലെ എല്ലാ വർഷവും നടക്കുന്ന കൺവെൻഷൻ പോലെ ആ കൺവെൻഷനും എന്നെ വന്നിട്ട് എൻ്റെ കൂട്ടുകാർ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് നേരിട്ട് പറയും, എനിക്ക് ഇതിൽ താല്പര്യമില്ല, ഞാൻ വരുന്നില്ല, ഞാൻ പങ്കെടുക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ് വിട്ടെങ്കിലും ഈ കൺവെൻഷൻ്റെ 93 കൺവെൻഷൻ്റെ സമയത്ത് തുടങ്ങിയ ദിവസം ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ ആ ഒരു വഴിയിൽ എവിടെയോ വെച്ച് ഞാൻ വഴിയൊന്ന് തിരിച്ചു വിട്ടു. ഞാൻ ഓർത്തു, ഇവർ വിളിച്ചതല്ല, ഈ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം എന്ന് കണ്ട് വലിയൊരു പന്തലിലാണ്, കരോൾ ബാഗിലെ ഒരു പന്തലിലാണ് ഈ കൺവെൻഷൻ. ഞാൻ അവിടെ പോയിട്ട് ആരും എന്നെ കാണരുത് എന്ന ആഗ്രഹത്തിൽ വളരെ ഇടയ്ക്ക് ആളുകളുടെ ഇടയിൽ വെറുതെ ഇരുന്ന് ഒന്നാമത്തെ ദിവസത്തെ ധ്യാനം കൂടി. പ്രത്യേകിച്ചുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായില്ല. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അവിടുന്നും ഞാൻ വീണ്ടും ആ ധ്യാനത്തിലൊന്ന് പങ്കെടുക്കാൻ പോയി. രണ്ടാമത്തെ ദിവസം ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അപ്പോൾ എന്നെ വിളിച്ചവരും എനിക്കറിയാവുന്നവരൊക്കെ ബാഡ്ജൊക്കെ ഇട്ട് വോളണ്ടിയേഴ്സായിട്ടും പ്രേക്ഷിതരായിട്ടും ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാതിരിക്കാൻ ഞാൻ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അച്ഛൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ടോക്കിൽ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നുള്ള ഒരു ടോപ്പിക്കിൽ വചനം ഇങ്ങനെ പറയുമ്പോൾ ആ വചനം എൻ്റെ ഹൃദയത്തെ ഒന്ന് സ്പർശിച്ചു. ഞാൻ ആ നാട്ടിൽ പ്രശസ്തനാണ്, എല്ലാവർക്കും എന്നെ അറിയാം, സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അത് എന്നോടാണ് പറയുന്നതെന്നൊരു ചിന്ത എനിക്ക് വന്നു. പക്ഷേ ഞാൻ അന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ ഞാനന്ന് ഒറ്റയ്ക്കാണ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ജോലിയാണ്, നല്ല ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്, ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ഏകദേശം 2 മണി ഒക്കെ ആയി കാണും. ഞാൻ ആ ബെഡിൽ എഴുന്നേറ്റിരുന്നു. എൻ്റെ തൊട്ട് മുൻപിൽ ഒരു ക്രൂശിത രൂപമുണ്ട്. ഞാൻ അറിയാതെ ആ ക്രൂശിത രൂപം എടുത്ത് എൻ്റെ മടിയിൽ വെച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ഈശോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടും ഞാൻ തിരിച്ച് മറുപടി പറയുന്നതായിട്ടും ആ ഒരു അനുഭവത്തിലൂടെ എന്നെ കടന്നു പോവുകയാണ്, ഒരു സംസാരം. അങ്ങനെ ഇരുന്നിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്. പിന്നെ കുരിശ് കെട്ടിപ്പിടിച്ച് ഞാൻ കുറേ നേരം പൊട്ടിക്കരഞ്ഞായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ കിടന്ന എൻ്റെ ബെഡ്ഷീറ്റൊക്കെ നനഞ്ഞു കുതിർന്നു. എന്തിനാണ് ഞാൻ കരഞ്ഞതെന്ന്, അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. കാരണം അങ്ങനെ ഒരു വലിയൊരു പാപത്തിൻ്റെ മേഖലകളിൽ ജീവിച്ചിരുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. ആ ഒരു മനസ്സാന്തരത്തിനപ്പുറത്തേക്ക് ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ വേണം എന്ന് ഈശോ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിങ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എൻകൗണ്ടറാണ്. ഈശോയെ കണ്ടുമുട്ടിയ, ഈശോയോട് നേരിട്ട് സംസാരിച്ച ആദ്യത്തെ ഒരു അനുഭവമാണത്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം ഞാൻ നേരത്തെ റെഡിയായി ഒരുങ്ങി വളരെ ആഘോഷമായിട്ട് കൺവെൻഷൻ്റെ ഏറ്റവും മുന്നിൽ തന്നെ പോയിരുന്നു. ആരും കണ്ടോട്ടെ, പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ആ കൺവെൻഷൻ മുഴുവൻ കൂടി. അതാണ് നവീകരണ ജീവിതത്തിലേക്ക് വരാനുണ്ടായ ആദ്യത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഈ എൻകൗണ്ടർ അല്ലേ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു, എത്ര നമ്മൾ വിശുദ്ധമായ ഒരു ജീവിതം കഴിച്ചാലും ആ ഒരു എൻകൗണ്ടർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു എൻകൗണ്ടറാണ് പിന്നെ നമ്മളെ നയിക്കുന്നത് ജീവിതത്തിലേക്കുള്ളത്. നവീകരണത്തിലേക്ക് വന്നു, ഒരു എൻകൗണ്ടർ ഉണ്ടായി, ഈശോയുമായിട്ടുള്ള ഒരു അടുപ്പത്തിലേക്ക് വന്നു. പക്ഷേ ആ ഒരു അടുപ്പത്തിൽ നിന്ന് ഒരു നേതൃത്വ നിലയിലേക്ക് കടന്നു വരാനായിട്ട്, കാരണം എനിക്കറിയാം വളരെ ആക്റ്റീവായിട്ടാണ് ജോളി ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്നത്. നേതൃത്വത്തിൽ തന്നെ സ്വമേധയാ ദൈവം തന്നൊരു നേതൃത്വ പാഠവം അതിനെ വിശദീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ നേതൃത്വ നിരയിലേക്ക്, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരാനായിട്ട് ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടായോ, ആരെന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചോ, എങ്ങനെയാണ് ആ ഒരു അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ഈ നവീകരണത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് എടവകപ്പള്ളിയിൽ ചെന്ന്, ഞാൻ പാരിഷ് കമ്മിറ്റി അംഗമായതുകൊണ്ട് അച്ഛനോട് പറഞ്ഞ, അതൊരു തമിഴ് അച്ഛനായിരുന്നു പാരിഷ് പ്രീസ്റ്റ്, അച്ഛനോട് പ്രത്യേകമായിട്ട് പറഞ്ഞ് അവിടെ കരിസ്മാറ്റിക് കൂട്ടായ്മ ഞാൻ തുടങ്ങാനായിട്ട് മുൻകൈ എടുത്തു. അങ്ങനെ കൂട്ടായ്മയിൽ അംഗമായി വാർഡ് പ്രയറുകളിലും ജപമാലകളിലും ഒക്കെ പങ്കെടുത്ത് ഒരു സാധാരണ പ്രയർ ഗ്രൂപ്പ് അംഗത്തെ പോലെ ഞാൻ ജീവിച്ച് 2-3 വർഷം അങ്ങനെ പോയി. 96 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഷാൻഡി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ജീവിത പങ്കാളിയുടെ ഒരു പ്രേരണ, നേതൃത്വത്തിലേക്ക്, ശുശ്രൂഷ നേതൃത്വത്തിൽ പ്രവർത്തിക്കണം, അന്ന് സംഘടനാ കഴിവുണ്ട്, ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ട്, വചനം പറയാനുള്ള കഴിവുണ്ട്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നൊരു പ്രേരണയും ഒരു ഇൻസ്പിറേഷനും എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഡൽഹിയിലെ കരിസ്മാറ്റിക് നവീകരണം, അന്ന് ഡൽഹി സർവീസ് ടീമിൻ്റെ ചെയർമാൻ സിറിൽ ജോൺ ബ്രദറാണ്. അദ്ദേഹം പിന്നീട് നാഷണൽ പ്രശസ്തനായി. അന്ന് അദ്ദേഹം ഡൽഹിയുടെ സർവീസ് ടീമിൻ്റെ എല്ലാമാണ്. അദ്ദേഹം പുറത്തേക്ക് ഇക്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇസാവോയുടെ ചെയർമാനാണ്. ഇപ്പോഴും ഡൽഹി സർവീസ് ടീമിൻ്റെ എല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തലതൊട്ടപ്പനും അതിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹമാണ്. അദ്ദേഹമായിട്ട് പരിചയപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു.
അവിടുത്തെ പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലും പിന്നീട് ഞാൻ പങ്കെടുത്തു. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. വളരെ ശക്തമാണ് ഡൽഹിയിലെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി, വളരെ ആക്റ്റീവാണ്. അങ്ങനെ കുറേ നാൾ, ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ, ഏകദേശം 96 എന്നെ ഡൽഹിയുടെ ഒരു സോണിൻ്റെ കോർഡിനേറ്ററായിട്ട്, അന്ന് DSTയുടെ ചെയർമാനായിട്ടുള്ള സിറിൽ ജോൺ ബ്രദർ, അദ്ദേഹം എന്നെ നിയമിച്ചു. അങ്ങനെ ഒരു സോണിൻ്റെ കോർഡിനേറ്ററായി ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് പല ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരിസ്മാറ്റിക് നവീകരണത്തിലെ ഒരു ശുശ്രൂഷ നേതൃത്വത്തിലേക്കുള്ള എൻ്റെ തലതൊട്ടപ്പൻ സിറിൽ ജോൺ ബ്രദറാണെന്ന് എനിക്ക് പറയാം. അതിനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഒരു ഉദാഹരണം ഇതാണ്. തീർച്ചയായിട്ടും ഡൽഹിയിൽ വളരെ പ്രശസ്തമാണ് ഡൽഹി കൺവെൻഷനുകൾ, കരിസ്മാറ്റിക് കൺവെൻഷനുകൾ. നായിക്കാമുറുമ്പൽ അച്ഛനെ പോലെയുള്ള പലരും നടത്തി പ്രശസ്തമായ കൺവെൻഷനുകളാണ്. അപ്പോൾ 97-ലാണ് നമ്മുടെ പനക്കലച്ചൻ്റെ കൺവെൻഷൻ അവിടെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു ദിവസം സിറിൽ ജോൺ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോളി, നീയാണ് ഈ വരുന്ന കൺവെൻഷൻ്റെ കൺവീനർ. അപ്പോൾ ശരിക്കും എൻ്റെ കണ്ണിലൂടെ ഈ പൊന്നീച്ച പറക്കുന്നൊരു അനുഭവമാണ്. ഞാൻ പേടിച്ച് വിറച്ച് മിണ്ടാതെ ഇരുന്നു. കാരണം അത്രയും വലിയ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഗ്രൂപ്പുകളുടെ മിക്സാണ് അവിടുത്തെ കൺവെൻഷനുകൾ. 10,000-കണക്കിന് പേര് വരുന്ന ഒരു കൺവെൻഷൻ, 1000-ൽ പരം പ്രേക്ഷിതർ പ്രവർത്തിക്കുന്ന കൺവെൻഷൻ. എല്ലാവർക്കും ഭക്ഷണവും പാനീയങ്ങളും, ട്രാൻസ്ലേഷനുണ്ട്, ട്രാൻസ്പോർട്ട് അറേഞ്ച്മെൻറ്റുണ്ട്. വലിയൊരു സംരംഭമാണ്. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ, അന്ന് ഏറ്റവും കൊള്ള കൂട്ടത്തിൽ ഏറ്റവും യങ്ങായിട്ടുള്ള എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല, സിറിലേട്ടന് തെറ്റുപറ്റിയതായിരിക്കും, എന്നെ ആയിരിക്കില്ല തിരഞ്ഞെടുത്തത്. ഇല്ല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്നും വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് തമ്പുരാൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ച് ഈശോ എനിക്ക് തന്ന സന്ദേശം അനുസരിച്ച് ജോളിയാണ് ഈ കൺവെൻഷൻ നയിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇതിനുള്ള കഴിവില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ വന്ന് ഓഫീസിൽ കാണും, നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഡൽഹി കരിസ്മാറ്റിക് ഓഫീസിൽ ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥനയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു ബാലപാഠങ്ങൾ, തിങ്സ് ടു ഡൂവും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഫോളോ അപ്പ് ചെയ്യണം, അങ്ങനെ ഒരു ഔട്ട്ലൈൻ എനിക്ക് ആദ്യമായിട്ട് തരികയാണ്. ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, അതിനുശേഷം ഞാൻ പ്രത്യേകിച്ച് ഡൽഹിയിൽ നല്ലൊരു സംഘാടകൻ, ഒരു വചനപ്രഘോഷകനേക്കാളും ഉപരിയായിട്ട് ഒരു സംഘാടകൻ എന്നൊരു പേരാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ തുടക്കം ഈ സിറിൽ ജോൺ ബ്രദർ എനിക്ക് തന്നൊരു ട്രെയിനിങ് ആണ്. അദ്ദേഹം എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് അത്രയും ചെറുപ്രായത്തിൽ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്. അതൊരു അപാരം തന്നെ. ആ കൺവെൻഷൻ വളരെ വിജയകരമായിരുന്നു. 10,000 പേര് പങ്കെടുത്ത് വളരെ നല്ല രീതിയിൽ ആ കൺവെൻഷൻ നടത്താനായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ആദ്യ പടി ഇതാണ്. അതിനുശേഷം ഡൽഹിയിൽ പ്രത്യേകിച്ച് സിറിൽ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. പ്രേക്ഷിത് എന്ന് പറയുന്ന 15 ദിവസം ഞങ്ങൾ അവധിയെടുത്ത് ഒന്നിച്ചിരുന്ന് ഫുൾ ഡേ പ്രാർത്ഥിച്ച് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതുപോലെ അങ്ങനെ കുറേ 2000-ൽ ബാംഗ്ലൂരിൽ നടന്ന 10 ദിവസം നടന്ന നാഷണൽ കരിസ്മാറ്റിക് ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വെല്ലൂരണ്ണച്ചനും വർക്കിയച്ചനും ഒക്കെ ഉള്ള സമയത്ത് അവരുടെയൊക്കെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ 2000-ാം ആണ്ടിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരിശീലന പരിപാടികളിലൂടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാമുകളിലൂടെയൊക്കെയാണ് ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക്. തീർച്ചയായിട്ടും ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ആ വ്യക്തികളുടെ കഴിവുകളെ, സാധ്യതകളെ നോക്കുന്നുണ്ട്. ആ സാധ്യതകളെ കർത്താവ് വിശദീകരിക്കുകയാണ്. അതിന് നമ്മളെ ആ ഒരു വഴിയിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ ആ വഴിയിലേക്ക് കൂടെ ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സിറിൽ ജോൺ ബ്രദറിലൂടെ ആ ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുകയാണ് ജോലി ചെയ്തത്. അപ്പോൾ അത് 2 രീതിയുണ്ട്. ഒന്ന്, ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് തരാൻ തോന്നിയ സിറിൽ ജോൺ ബ്രദറിൻ്റെ ആ ഒരു ആത്മീയ ശക്തി, തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജോലിയിലും ലഭിച്ചു. അപ്പോൾ 2 വ്യക്തികളിൽ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ ഒരു വലിയ വിജയമായിട്ട് മാറി. ഞാൻ ഏറ്റെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് മോട്ടിവേഷൻ എനിക്ക് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അദ്ദേഹം നിർബന്ധിച്ച് ഏറ്റെടുപ്പിക്കുകയായിരുന്നു ആദ്യമേ ചെയ്തത്. പക്ഷേ ഈ ഡൽഹിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഡൽഹിയിൽ ഞാൻ 10 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുടുംബമൊക്കെ ആയിട്ട് ഡൽഹിയിലായിരുന്നു. അതെ. പിന്നെ എപ്പോഴാണ് ഈ ദുബായിലേക്ക് വരാനൊരു സാഹചര്യം ഉണ്ടായത്? ഞാൻ വിചാരിക്കുന്ന, ആദ്യമേ ഞാൻ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് ഞാൻ ഡൽഹിയിലേക്ക് വരുമ്പോഴും ഡൽഹിയിൽ നിന്ന് ഞാൻ ഷാർജയിലേക്ക് വരുമ്പോഴും രണ്ടും ജീവിതത്തിലെ ഓരോ പറിച്ചുനടലുകളായിട്ട് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് ഞാൻ കുട്ടനാട്ടുകാരനാണ്. അപ്പോൾ ഈ ഞാറ്, ഒരു ഭാഷ, കുട്ടനാടൻ ഭാഷയിൽ അത് ഞാറ് പറിച്ച് പുതിയ സ്ഥലത്തേക്ക് നടുന്നത് അത് കൂടുതൽ തഴച്ചു വളരാനാണ്. അപ്പോൾ ഈ ഞാറ് പറിക്കുമ്പോൾ, വേരോടെ പിഴുതുമ്പോൾ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. നല്ല പെയിൻ ഉണ്ടാവും, വേദനയുണ്ടാവും. ഇതാണ് നാട്ടിൽ ഈ നല്ല പ്രായത്തിൽ 20-ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ഒരുമാതിരി നിർബന്ധിതനായി ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ. അന്ന് ആദ്യം മനസ്സിന് നന്നായിട്ട് വേദനയുണ്ടായി.
പക്ഷെ പിന്നീട് എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നവീകരണത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. ഡൽഹി എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി. അപ്പോൾ ഞാൻ ഓർക്കുന്ന ആ ഒരു പറിച്ചുനടലിലൂടെ പിന്നീട് ദൈവത്തിന് എന്നെക്കുറിച്ച് ഡൽഹിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ച് വെച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പറിച്ചു നടപ്പെട്ടത്. അതുപോലെ തന്നെയാണ് അവിടെ വളരെ സുഖമായിട്ട് വളരെ സന്തോഷമായിട്ട് ഡൽഹിയിൽ കഴിയുന്ന അവസരത്തിലാണ് വളരെ ആകസ്മികമായിട്ട് 2002 അവസാനം ഇതും വീട്ടുകാരുടെ ഒരു നിർബന്ധം, എല്ലാവരും ഗൾഫിൽ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം പോയി, റിലേറ്റീവ്സ് പോയി, നിനക്ക് മാത്രമേ ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകളും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാകാം. പക്ഷേ അങ്ങനെ ഞാൻ അന്നാണ് ആദ്യം പാസ്പോർട്ട് പോലെ എടുക്കുന്നത്. അത്രയും കല്യാണം കഴിച്ച് അത്രയും നാളായിട്ടും അങ്ങനെ എടുത്തു. പാസ്പോർട്ട് എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ പറിച്ചുനടൽ ഞാൻ ഡൽഹിയിൽ നിന്ന് ഷാർജയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അതും പെയിൻഫുള്ളായിരുന്നു. തീർച്ചയായിട്ടും അവിടെ കരിസ്മാറ്റിക്കിൻ്റെ നവീകരണത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. നേതൃത്വത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. ഒറ്റപ്പെട്ടൊരു പോലെ ഈ മരുഭൂമിയിൽ ഈ ഷാർജയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായി കാണുമല്ലോ. മനസ്സെന്തായാലും തീർച്ചയായിട്ടും ഡൽഹി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് കൂട്ടുകാരൊക്കെ വിളിക്കും പറയാം, ഞാൻ 3 വർഷത്തെ വിസയാണ്. എൻ്റെ പഴയ ഓഫീസിൽ ഞാൻ വിളിച്ചു പറഞ്ഞു 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ഷാർജയിൽ ഉണ്ടാവില്ല, UAE ഉണ്ടാവില്ല. 3 വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. എനിക്ക് ഡൽഹിയാണ് താല്പര്യം, അവിടെ ഞാൻ പ്രവർത്തിക്കും. ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ആദ്യത്തെ 3 വർഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 വർഷം കഴിഞ്ഞ് തിരിച്ച് ഡൽഹിയിലേക്ക് പോയോ? 3 വർഷത്തെ എൻ്റെ വിസ തീരുന്ന അന്ന് തന്നെ ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോയി. എൻ്റെ കുടുംബത്തെ ഞാൻ അവിടെ വരുത്തി. പഴയ കമ്പനി ജോയിൻ ചെയ്യാനൊക്കെ ഞാൻ തീരുമാനിച്ചു. ഡൽഹിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും നവീകരണത്തിലുള്ളവർക്കും എല്ലാം സന്തോഷമായി. സിർലിയേട്ടനെയൊക്കെ ഞാൻ അറിയിച്ചിരുന്നു. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഇവിടെ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയാണ്. അതിൻ്റെ ഓണർ പുതിയതായിട്ട് കമ്പനി തുടങ്ങിയിട്ട് എന്നെ നിർബന്ധിച്ച് വിളിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ട്രേഡ് ലൈസൻസ് എടുത്തത് നിന്നെ കണ്ടുകൊണ്ടാണ്, നീ വന്നില്ലെങ്കിൽ ഈ കമ്പനി റൺ ചെയ്യില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വരില്ല, എനിക്ക് ഡൽഹിയാണ് താല്പര്യം, ഞാൻ ഇവിടെയാണ് പ്രവർത്തിക്കുക. അദ്ദേഹം പറഞ്ഞില്ല, നീ വന്നേ പറ്റൂ. നിർബന്ധിച്ചതുകൊണ്ട് ഞാനൊരു 3 മാസത്തെ വിസിറ്റ് വിസയ്ക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാമത് വീണ്ടും വന്നതാണ്. 2006 ആദ്യം 3 മാസത്തേക്ക് വന്നതാണ്. അതിപ്പോൾ 10 വർഷങ്ങൾ പിന്നിടുകയാണ്. അതൊരു വലിയൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ജോലിയെ കണ്ടുമുട്ടുന്നത് ആ കാലഘട്ടത്തിൽ സിറിൽ ജോൺ ബ്രദറുമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയ സമയം. അന്ന് വളരെ ആക്റ്റീവായിട്ട് ദുബായിലെ UAE റീച്ച് ഔട്ട് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. ഇവിടെ വന്നതിന് ശേഷം വചന പ്രഘോഷണത്തെക്കാൾ ഉപരി ഈ റീച്ച് ഔട്ടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രവാസികളിൽ ജീവിക്കുന്ന ക്യാമ്പുകളിലും ഈ ഹോസ്പിറ്റലുകളിലും വേദനിക്കുന്നവരുടെ ഇടയിൽ, ഒരു പക്ഷേ ഇത് കരുണയുടെ വർഷമായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ചോദിക്കുന്നത്, ഈ കരുണയുടെ വർഷത്തിൽ നമ്മളൊക്കെ വേദനിക്കുന്നവരെ കാണുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണ്? എന്തായിരിക്കും അതിനൊരു പ്രചോദനം? ചേച്ചി, നല്ലൊരു ചോദ്യമാണ്. കാരണം ഞാൻ ഡൽഹിയിൽ വെച്ച് എൻ്റെ ശുശ്രൂഷ മേഖലകൾ വചനപ്രഘോഷണവും സംഘാടനവുമായിരുന്നു, ഓർഗനൈസിങ്. ഈ 2 മേഖലകളിലായിരുന്നു ഞാൻ പ്രവർത്തിച്ചിരുന്നത്. ഞാൻ ഷാർജയിൽ എത്തിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിരുന്ന് ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കും, തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കെ വളരെ ആകസ്മികമായിട്ട് ഞാൻ ഷാർജ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് 5-8 പേര് ക്യാമ്പ് വിസിറ്റുകൾക്ക് പോകുന്ന അവരുടെ കൂട്ടത്തിൽ പോകാനിടയായി. അതൊരു ക്രിസ്മസിൻ്റെ സമയത്താണ് ആദ്യം പോവുക. കരോളും ഒക്കെ ആയിട്ടാണ് ആദ്യം തുടക്കത്തിൽ പോയത്. ഞാൻ അങ്ങനെ പോയ സമയത്ത് ആദ്യം ഈ ക്യാമ്പുകളിലുള്ള ജീവിതാവസ്ഥകൾ കണ്ടപ്പോൾ, കാരണം ഇന്ന് ഷാർജ ദേവാലയത്തിൽ നിറച്ച് ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ പള്ളി വരുന്നുണ്ട്. അന്നധികം പള്ളിയിലൊന്നും വരാൻ സാഹചര്യമില്ല, ടാക്സിയുടെ പൈസ കൊടുക്കണം, ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവരുടെ ജീവിതാവസ്ഥകൾ വളരെ ദയനീയമാണ്. നമ്മൾ ക്യാമ്പുകളിൽ പോയിട്ടുള്ളവർക്കറിയാം. നമ്മൾ വിചാരിക്കും വളരെ സുഖസുഷുപ്തിയിലാണ് അവർ കഴിയുകയെന്ന്. രാത്രിയിൽ വളരെ വൈകി വരും. പിറ്റേ ദിവസത്തേക്കുള്ള ഭക്ഷണം അടുത്ത കഫ്റ്റീരിയയിൽ നിന്ന് വാങ്ങിച്ച് പ്ലാസ്റ്റിക് കൂടിൽ കെട്ടി സ്വന്തം ബെഡിൻ്റെ അടിയിൽ വെക്കും. വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ടോയ്ലറ്റ് ഉണ്ടോ ഇല്ലയോ വളരെ കഷ്ടപ്പെട്ട് അവർ വീണ്ടും ജോലിക്ക് പോകും. ഇങ്ങനെ വളരെ അസ്വസ്ഥത നിറഞ്ഞ ജീവിതം. പിന്നെ തിന്മയുടെ സ്വാധീനങ്ങൾ വളരെയധികമുണ്ട്. ആത്മീയമായിട്ട് അവർക്കൊരു ഉണർവില്ല. ഈ ഒരു സമയത്ത് ഞാൻ ക്രമമായിട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറ്റിയാൽ എല്ലാ ദിവസവും ക്യാമ്പുകൾ വിസിറ്റ് ചെയ്യുകയും ഇവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, അവരെ ആശ്വസിപ്പിക്കും, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ സാവധാനത്തിൽ അവരെ പള്ളിയിലേക്ക്, കരിസ്മാറ്റിക് കൂട്ടായ്മയിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആകർഷിച്ച അവസാനം അവർക്ക് വേണ്ടി തന്നെ ഷാർജ ദേവാലയത്തിൽ അന്ന് വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് ക്യാമ്പുകളിൽ കഴിയുന്ന ഏകസ്ഥരായിട്ടുള്ളവർക്ക് വേണ്ടി നല്ലൊരു കൂട്ടായ്മ തുടങ്ങി. ആദ്യം 20 പേരോ മറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് 100-300 പേരിലധികം വരുന്ന സിയോൻ എന്ന പേരിൽ ഷാർജയിൽ വളരെ ശക്തമായൊരു കൂട്ടായ്മയുണ്ട്. ഇത് ഷാർജ കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ ഒരു റീച്ച് ഔട്ട് മിനിസ്ട്രിയാണ്. ഞാൻ തുടക്കം മുതലേ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം,
ഷാർജയിലെ കരിസ്മാറ്റിക് കൂട്ടായ്മയുമായിട്ട് ചേർന്ന് നിന്നിട്ടാണ് എൻ്റെ റീച്ച് ഔട്ട് പ്രവർത്തനങ്ങൾ സഭയോട് ചേർന്ന് നിന്നിട്ടുള്ള രീതിയിലാണ് ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് റീച്ച് ഔട്ട് മിനിസ്ട്രിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമൊക്കെ പറയും എൻ്റെ മിഷണറി വേലയുടെ സുവിശേഷവുമായിട്ട് ഞാൻ പോവുകയാണ്, ഞാൻ ഈശോയെ കൊടുക്കാൻ പോവുകയാണ്, ഞാൻ വചനം പറയാൻ പോവുകയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്, ജയിലിൽ പോകുന്നത്, ക്യാമ്പിൽ പോകുന്നത് ഈശോയെ കൊടുക്കാൻ പോവുകയാണ്. അങ്ങനൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. പക്ഷേ എനിക്ക് പിന്നീട് ഞാനിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, നീ ഈശോയെ കൊടുക്കാൻ പോകണ്ട, നീ ഈശോയെ കൊടുക്കാൻ അങ്ങോട്ട് പോകണ്ട, നീ ഈശോയെ കാണാൻ പോവുക. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഈശോയാണ്, ജയിലിൽ കിടക്കുന്ന ഈശോയാണ്, ക്യാമ്പിൽ കഷ്ടപ്പെടുന്നത് ഈശോയാണ്. അപ്പം ഞാൻ പിന്നീട് പോകാൻ തുടങ്ങിയത് ഈശോയെ കാണാനാണ്. ആ ഒരു തീഷ്ണത മനസ്സിൽ നമ്മൾ ദേവാലയത്തിൽ പോയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അതേ ഒരു ആത്മീയ തീഷ്ണതയോടുകൂടി തന്നെ ക്യാമ്പുകളിലേക്കും അതുപോലെ റീച്ച് ഔട്ടിൻ്റെ മേഖലകളിലേക്കും പോകാനായിട്ട് ആദ്യകാലത്ത് പ്രചോദനം നൽകിയത് ഈ ഒരു ചിന്തയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ UAE കരിസ്മാറ്റിക് സെൻട്രൽ സർവീസ് ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊരു വലിയൊരു തെരഞ്ഞെടുപ്പാണ് അല്ലേ? UAE എന്ന് പറയുന്ന ഒരു വലിയ ഒരു 7 രാജ്യങ്ങൾ, എമിറേറ്റ്സ് കൂടി ചേർന്നാണ് UAE. അത് ഈ 7 ഇടവകളുണ്ട്, ഏകദേശം 70ഓളം കൂട്ടായ്മകളുണ്ട്. ഇതിൻ്റെ എല്ലാം ആത്മീയ നേതൃത്വത്തിലേക്കാണ് വിളിക്കപ്പെട്ടത്. ഈ വിളിയിൽ തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇത്രയും കഴിവും ഇത്രയും പ്രാർത്ഥന അനുഭവം ഒക്കെയുള്ള ജോയ്ക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങൾ കാണില്ലേ? തീർച്ചയായിട്ടും. ഒന്ന്, എൻ്റെ വിളി വളരെ ആകസ്മികമായിരുന്നു. ഈ ഒരു നേതൃത്വത്തിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ നേതൃത്വ പദവി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. വളരെ ആകസ്മികമായിട്ടാണ് UAE കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സെൻട്രൽ സർവീസ് ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ഈ പറയുന്ന പോലെ വളരെ സർപ്രൈസ് ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് കുറേ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പേര്, എൻ്റെ മാമോദിസ പേര് ജോസഫ് എന്നാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ പൂർവ്വ യൗസേപ്പ് സ്വപ്നങ്ങളുടെ ഒരു രാജകുമാരൻ എന്ന് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കും. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട പൂർവ്വ യൗസേപ്പ്. പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന യൗസേപ്പിതാവ്, യൗസേപ്പിതാവിനെ നിശബ്ദ വിശുദ്ധനായ യൗസേപ്പിതാവും സ്വപ്നങ്ങളാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. പല കാര്യങ്ങൾക്കും ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടുത്തി എന്ന് പറയുന്ന പോലെ ഞാനും ഒരു സ്വപ്നങ്ങളുടെ ഒരു വ്യക്തിത്വമാണ് എനിക്കുള്ളത്. പല കാര്യങ്ങളും ഞാനിങ്ങനെ സ്വപ്നം കാണും, എനിക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും എന്ന് പറയുന്നത്. UAE കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. അത് ഞാൻ പലയിടത്തും ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. ഈ 2 വർഷത്തേക്കാണ് നമ്മൾ നിയുക്തരായിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായൊരു കാലഘട്ടമാണ്. ഈ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്ക് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുന്ന മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ഏറ്റവും സാധ്യതയുള്ളത് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലൂടെയാണ്. അപ്പോൾ ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത വർഷം അതിലും പ്രധാനപ്പെട്ടതാണ്. കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ ജൂബിലി വർഷമാണ്. 50 വർഷം 2017 നമ്മൾ 50ാം വാർഷികം ആഘോഷിക്കുകയാണ്. മാർപ്പാപ്പ തന്നെ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വത്തിക്കാനിലേക്ക് വരൂ, കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ജൂബിലി നമുക്കിവിടെ ആഘോഷിക്കാം. ലോകം മുഴുവൻ നവീകരണത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ UAE നവീകരണ മുന്നേറ്റത്തിലുള്ള എല്ലാവരും, നേതൃത്വത്തിലുള്ളവരും അതിലെ അംഗങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഈ ജൂബിലിയിലും പങ്കെടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഈ 2 വർഷത്തെ പദ്ധതികൾ നമ്മൾ CSTയിൽ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മൾ അത് തീരുമാനിക്കും. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു എഴുത്തിൽ അല്ലേ, ഞാൻ ഒരുപാട് ലേഖനങ്ങൾ ജോയുടെ വായിച്ചിട്ടുണ്ട്. ജോ കാവാലം എന്ന് പറഞ്ഞിട്ട് ധാരാളം എഴുത്തുകൾ, ലേഖനങ്ങൾ വായിക്കാനിടയുണ്ട്. വളരെ ഓരോ സാഹചര്യത്തിന് ആനുകാലികമായ രീതിയിലാണ് എപ്പോഴും അതിനെക്കുറിച്ച് എഴുതാറുള്ളത്. ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് എന്താണ് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത്? ഒന്ന്, എൻ്റെ പേരിൻ്റെ തൂലികാനാമം ഞാൻ സ്വീകരിച്ചതും ഈ ഒരു എഴുത്തിൻ്റെ മേഖലകളിൽ വന്നതിന് ശേഷമാണ്. ജോ കാവാലം. അത് ഡൽഹിയിൽ വെച്ച് ഞാൻ ആദ്യമേ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതി തുടങ്ങിയിരുന്നു. ചെറുപുഷ്പ മിഷനിൽ പ്രവർത്തിക്കാൻ കുട്ടിക്കാലം മുതൽ സാഹിത്യ വാസന വളർത്താൻ ഒത്തിരി കാര്യങ്ങൾ ആ സംഘടന ചെയ്തിട്ടുള്ളത് കൊണ്ട് എഴുത്തിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് പൂർണ്ണമായിട്ടും അത് കുറച്ചുകൂടെ വളരാൻ സാഹചര്യം ഉണ്ടാക്കിയത് 2008 എടയൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ സോഷ്യൽ നെറ്റ്വർക്കാണത് എടയൻ. കാരണം നമ്മൾ ഫേസ്ബുക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കത്തിപ്പടർന്നു തുടങ്ങിയ സമയത്ത് അത് പല കാര്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അതേ രീതിയിൽ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ ആശയങ്ങളും പിക്ചറുകളും
ലേഖനങ്ങളും വീഡിയോകളും ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഫോറം എന്ന നിലയിൽ ഏതാനും പേർ കൂടി ആരംഭിച്ചതാണ് ഇടയൻ. അതിൻ്റെ മാനേജിങ് എഡിറ്ററാണ് ഞാൻ. ഇപ്പോഴും ഞാനതാണ്. ഇപ്പോൾ അതത്ര സജീവമായിട്ട് ഞാൻ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും ചിന്താമൃതം എന്ന ഒരു പങ്ക്തി ഞാൻ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. അപ്പം ഞാൻ നടന്നു പോകുന്ന മേഖലകളിൽ കണ്ടുമുട്ടുന്ന കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ചിന്തകൾ സാധാരണ ഭാഷയിൽ പങ്കുവയ്ക്കുക. അങ്ങനെ ആ രീതിയിലൊരു എഴുത്ത് ആണ് എൻ്റെ മനസ്സിൽ. നന്നായിട്ട് എഴുതുന്നതായിട്ട് കാണുന്നുണ്ട്. ആശയങ്ങളും ശൈലിയും ഒക്കെ വളരെ മനോഹരമായിരിക്കും. ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള താല്പര്യങ്ങളുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു സ്വപ്നമാണ് ഈ വർഷം എൻ്റെ ചിന്താമൃതങ്ങൾ ഏകദേശം 100ഓളം ആർട്ടിക്കിളുകൾ അതിനു വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടു കൂടി പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, തിരക്കുകളേറിയ ഈ കാലഘട്ടത്തിൽ നവീകരണത്തിൻ്റെ ഈ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നിന്നിരിക്കുന്ന അവസരത്തിൽ സഭയുടെ മക്കളോട് ജോലിക്ക് എന്താണ് പറയാനുള്ളത്? യുവയുടെ നേതൃത്വത്തിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി ഞാൻ ഒറ്റയ്ക്കല്ല. നമുക്കൊരു ടീമുണ്ട്. നമ്മൾ 12 പേരുടെ ഒരു സെൻട്രൽ സർവീസ് ടീമുണ്ട്. നമുക്ക് 2 അച്ഛന്മാരുണ്ട്. മുസഫയിലെ ജോണി അച്ഛനും ജബലലിയിലെ ബിജു അച്ഛനും. അവർ ശക്തമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമാണെങ്കിൽ കൂടിയും എനിക്ക് എൻ്റെ ഇത്രയും വർഷത്തെ ഏകദേശം 23 വർഷത്തോളം നവീകരണത്തിൽ ആയതിനു ശേഷമുള്ള എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒന്ന്, സഭയോട് ചേർന്ന് നിൽക്കുക. രണ്ടാമത്, നമ്മുടെ കൂട്ടായ്മകളിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരിസം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ അനുഭവം. ആദിമ സഭയിലുണ്ടായിരുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷയും കൂട്ടായ്മ അനുഭവവും തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. എനിക്ക് പുതിയതായിട്ട് നവീകരണത്തിലേക്ക് കടന്നു വരുന്നവരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കൂട്ടായ്മ അനുഭവം വളർത്തുക, മനസ്സിലാക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക. അതാണ് നമ്മുടെ റീച്ച് ഔട്ട്. അവർക്ക് ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം കൊടുക്കുകയായിരിക്കും, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയായിരിക്കും ചെയ്യേണ്ട, അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയായിരിക്കും ചെയ്യേണ്ട. പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക, അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സഭയോട് ചേർന്ന് നിന്ന് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് കർത്താവ് ജോയെയും ജോയുടെ ടീം അംഗങ്ങളെയും അതോടൊപ്പം തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ